CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി BJPയിൽ ചേർന്നു. 4 വർഷത്തിലേറെ തൃപ്പയാർ ക്ഷേത്രം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു. അനുഗ്രഹ കുട്ടൻ എന്ന പുന്നാട്ട് നാരായണൻകുട്ടിയാണ് BJPയിൽ അംഗത്വമെടുത്തത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറിമാരായ EP ഹരീഷ് മാസ്റ്റർ, സജിനി മുരളി, EP ജാൻസി, സംസ്ഥാന കൗൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, മണ്ഡലം സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് സുജിത്, ഉണ്ണിമോൻ, രശ്മി ഷിജോ, ലാൽ ഊണുങ്ങൽ, ഷാജി പുളിക്കൽ, KS സുധീർ, വാർഡ് മെമ്പർമാരായ അംബിക ടീച്ചർ, സനി രാജു, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളമാസകലം ഇന്ന് നിരവധി ആളുകൾ മറ്റ് പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള നിരവധി നേതാക്കന്മാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം BJP അംഗത്വം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് തുടക്കം കുറിച്ചത് അട്ടപ്പാടിയിൽ നിന്നാണ്. അവിടുത്തെ ഏരിയ സെക്രട്ടറി രാമകൃഷ്ണേട്ടൻ BJPയിൽ ചേർന്നു. അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകനായിട്ടുള്ള റെജി ലൂക്കോസ് BJPയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ദേവികുളത്ത് 3 തവണ MLA ആയിരുന്ന S രാജേന്ദ്രൻ BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ കേരളമാസകലം ഭാരതീയ ജനതാ പാർട്ടി അണിചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, കേരളത്തിന്റെ രക്ഷയ്ക്ക് ഇനി ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ എന്നുള്ളത് വിവരവും വിദ്യാഭ്യാസമുള്ള നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്